എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലത് തന്നെ. നമ്മുടെ ട്രെൻഡ് 24 ശേഷം അന്ന് ബിസിനസ്സുകാർക്ക് ഉണ്ടായിരുന്ന ബിസിനസ് ഓണേഴ്സിന് ഉണ്ടായിരുന്ന ട്രെയിനിങ്ങില് അഫ്സലൊക്കെ പങ്കെടുത്തതാണ്. അതിനുശേഷം ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാണ്ടാവും. ശരിക്കും പറഞ്ഞ അതിൽ ക്രീമായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റിയത് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ലെവലിൽ ചെയ്യാൻ പറ്റിയത്? അതായത് ട്രെൻഡ് 24 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ബിസിനസ്സുകാരും പങ്കെടുത്തിരിക്കേണ്ട ഒരു സംഭവമായിരുന്നു അത്. അതായത് നമുക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടെന്നും പറഞ്ഞ് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. അതിനൊരു അടുക്കും ചിട്ടയും വേണം. അക്കൗണ്ട്സിലായാലും ഓപ്പറേഷൻസിലായാലും നമ്മുടെ പർച്ചേസിലാണെങ്കിലും എല്ലാം ഒരു ഓട്ടോമേഷൻ കൊണ്ടുവരണം. ഈ ഓട്ടോമേഷൻ ബിസിനസ്സിൽ ഓട്ടോമേഷൻ കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ 1024 എന്നുള്ളത്. അപ്പൊ ബിസിനസ് നമ്മൾ കുറെ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോഫിറ്റിന്റെ ഇതെങ്ങനെയാണെന്നോ, എവിടെയൊക്കെ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാന്നുള്ളതോ, ഏത് രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതോ ഈ 1024 കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് ബിസിനസ് ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ പോലും നിലവിൽ നല്ല സ്മൂത്ത് ആയിട്ട് ആ ബിസിനസ് റൺ ചെയ്ത് പോകുന്നു. ആ 1024 നമ്മൾ പഠിച്ച കുറെ സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് എക്സ്പെൻസിൽ വരുന്ന എക്സ്പെൻസ് ഫീച്ചേഴ്സ് കുറെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എവിടെയൊക്കെ പ്രോഫിറ്റ് കൂട്ടാന്നുള്ളത്, പിന്നെ എങ്ങനെ ഒരു അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് 10 രൂപയ്ക്ക് വിൽക്കാം, 15 രൂപയ്ക്കും വിൽക്കാം. ഈ 15 രൂപയ്ക്ക് ഈ 10 രൂപയുടെ പ്രൊഡക്റ്റ് എങ്ങനെ സർവീസ് കൊടുത്തുകൊണ്ട് വിൽക്കാം എന്നുള്ളതും നമ്മൾ 1024 എന്ന് പഠിച്ചെടുക്കും.